ഹലോ, ഞാൻ നിമിഷ മനോഹരൻ. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടുമിക്ക ആളുകളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരും നമ്മുടെ സ്വന്തം ജീവിതവുമായിട്ട് അധികം തൃപ്തരായിരിക്കില്ല. എപ്പോഴും നമ്മളുടെ ജീവിതത്തെ പറ്റി നമുക്ക് ഒരുപാട് പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മളുടെ ജീവിതത്തെ മറ്റൊരാളുടെ ജീവിതവുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ സ്വന്തം സൗഭാഗ്യങ്ങളെ പറ്റി ഓർത്ത് സന്തോഷിക്കാനോ അല്ലെങ്കിൽ അതിൽ തൃപ്തിപ്പെടാനോ ഒന്നും നമുക്ക് കഴിയാറില്ല. ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഞാൻ വായിച്ച ഒരു കുഞ്ഞു കഥയാണ്. ഈ കഥ ആക്ച്വലി നമ്മൾ കൊച്ചു കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പോലത്തെ ഒരു കാക്കയുടെ കഥയാണ്. പക്ഷേ എങ്കിലും അത് വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതവുമായിട്ട് ആ ചെറിയ കഥയ്ക്ക് എന്തൊക്കെയോ ഒരു ബന്ധമുള്ളതായിട്ട് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇത് ഷെയർ ചെയ്യുന്നത്. ആ കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു കാക്ക വളരെ സന്തോഷത്തോടെ സംതൃപ്തമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് വരികയായിരുന്നു. അപ്പോഴാണ് ഈ കാക്ക ഒരു അരയന്നത്തെ കണ്ടത്. അരയന്നത്തെ കണ്ടപ്പോൾ കാക്കയ്ക്ക് തോന്നി, എന്ത് സൗന്ദര്യമുള്ള പക്ഷി, കാരണം നല്ല തൂവെള്ള നിറത്തിലിരിക്കുന്നു, പക്ഷെ ഞാനോ കറുത്ത് കരിക്കട്ട പോലിരിക്കുന്നു. അങ്ങനെ ഈ കാക്ക നേരെ അരയന്നത്തിൻ്റെ അടുത്തെത്തി. അരയന്നത്തോട് ചോദിച്ചു, നീ ആയിരിക്കുമല്ലേ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ പക്ഷി, കാരണം എന്ത് സൗന്ദര്യമാണ് നിന്നെ കാണാൻ. അപ്പോൾ അരയന്നം പറഞ്ഞു, അതെ, ഞാൻ തന്നെയായിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ പക്ഷി, പക്ഷേ അത് 2 വർണ്ണങ്ങളുള്ള തത്തയെ കണ്ടപ്പോൾ മാറിയെന്ന്. അങ്ങനെ ഈ കാക്ക നേരെ തത്തയുടെ അടുത്തെത്തി. തത്തയോട് ചോദിച്ചു, നീ ആയിരിക്കുമല്ലേ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ പക്ഷി. അപ്പോൾ തത്ത പറഞ്ഞു, അതെ, ഞാൻ തന്നെയായിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ പക്ഷി, പക്ഷേ അത് പല വർണ്ണങ്ങളുള്ള മയിലിനെ കണ്ടപ്പോൾ മാറി. അപ്പോൾ ഈ കാക്ക നേരെ മയിലിനെ കാണാനായിട്ട് മൃഗശാലയിലെത്തി. അവിടെ ചെന്നപ്പോൾ മയിലിനെ കാണാനായിട്ട് 100 കണക്കിന് ആളുകളാണ് തടിച്ചുകൂടി നിൽക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഈ കാക്ക നേരെ മയിലിൻ്റെ അടുത്ത് എത്തിയിട്ട് ചോദിച്ചു, നിന്നെ കാണാൻ എന്ത് സൗന്ദര്യമാണ്, അപ്പോൾ നീ തന്നെയായിരിക്കുമല്ലേ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ പക്ഷി. അപ്പോൾ മയിൽ തിരിച്ചു പറഞ്ഞു, അതെ, ഞാൻ തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ പക്ഷി, എന്നെ കാണാൻ ഭയങ്കര സൗന്ദര്യമാണ്, പക്ഷെ ആ സൗന്ദര്യം കാരണം ഞാൻ ഇവിടെ കൂട്ടിലടക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ പരിധി നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരു കൂട്ടിലും അടയ്ക്കപ്പെടാത്ത ഒരു പക്ഷി എന്ന് പറയുന്നത് കാക്കയാണ്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചു പോവാണ് ഞാനൊരു കാക്കയായി ജനിച്ചിരുന്നുവെങ്കിലെന്ന്. കാരണം എനിക്കിഷ്ടമുള്ളിടത്തൊക്കെ സ്വാതന്ത്ര്യത്തോടെ പറന്ന് നടക്കാമായിരുന്നല്ലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയല്ലേ നമ്മളുടെ യഥാർത്ഥ പ്രശ്നം. നമ്മൾ എപ്പോഴും നമ്മളെ മറ്റുള്ളവരുമായിട്ട് അനാവശ്യമായി കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും, എന്നിട്ട് ദുഃഖിക്കും. എപ്പോഴും നമുക്ക് ഇല്ലാത്തതിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഉള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കാറേയില്ല. ഈ പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമുക്കുള്ള അത്ര പോലും ഇല്ലാത്ത ആളുകളുണ്ട്. ഒരു വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ ഇത് ചെറിയ വീടായിപ്പോയി, ഇതിലും വലിയൊരു വീട് വെക്കണം എന്നൊക്കെ ആലോചിക്കുമ്പോൾ റോഡിൽ കിടന്ന് ഉറങ്ങുന്ന ആളുകളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കാം. അല്ലെങ്കിൽ ആഹാരത്തിന് രുചിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വെക്കുമ്പോൾ പട്ടിണി കിടക്കുന്ന ആളുകളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കാം. അപ്പോൾ ഇനി മുതൽ പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെക്കാൾ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അവരുടെ ഒക്കെ കണ്ണിൽ നമ്മളാണ് ഭാഗ്യം ചെയ്തവർ. ആദ്യം പറഞ്ഞ കഥയിലെ കാക്ക തന്റെ സൗന്ദര്യമില്ലായ്മയെ പറ്റി മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ, അല്ലാതെ താൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തെ പറ്റി അത് ചിന്തിച്ചിട്ടേയില്ല. നമുക്കറിയാവുന്ന കുറേ ആളുകളുണ്ട് എനിക്ക് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് നടക്കുന്ന കുറേ പേർ. അപ്പം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പുറമേ ഉള്ളൊരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാം. ഒരു അപകടം സംഭവിച്ചാലോ എങ്ങനെ വേണമെങ്കിലും അത് നശിച്ചു പോകാം. പക്ഷേ യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിലും സ്വഭാവത്തിലും ഒക്കെയാണ്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ നേടിയെടുത്തു, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നത് മാത്രമല്ല കാര്യം, ആ നേടിയെടുത്തതിലൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഉള്ളതിലൊക്കെ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ തൃപ്തരാണോ എന്നതിലാണ്. അപ്പോൾ അനാവശ്യമായിട്ട് സ്വന്തം ജീവിതം മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാതെ നമുക്കുള്ളതിലൊക്കെ നമ്മളുടെ സ്വന്തം ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനായിട്ട് ഓരോരുത്തരും ശ്രമിക്കണം.